നമ്മുടെ ഈ റേഷൻ വ്യാപാരികളുടെ വേതനം ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടങ്ങുന്നത് ഒരു വലിയ വാർത്തയായി റിപ്പോർട്ടർ TV നൽകിയിരുന്നു തുടർച്ചയായി. പക്ഷേ അടുത്ത കാലത്ത് കുറച്ച് കുടിശ്ശികയൊക്കെ കൊടുത്തു തീർത്തു. ഇപ്പോൾ ഇതാ വീണ്ടും റിപ്പോർട്ടർ ബ്രേക്കിംഗ്. റേഷൻ വ്യാപാരികളുടെ വേതനം വീണ്ടും മുടങ്ങി. ജനുവരിയിലെ വേതനം ഇതുവരെ ലഭിച്ചിട്ടില്ല. സെയിൽസ്മാൻമാരുടെ കൂലി, കടവാടക, റേഷൻ സാധനങ്ങളുടെ പണം തുടങ്ങി ദൈനംദിന ചെലവുകൾ നടക്കുന്നില്ലെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു. കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ ഡിസംബറിൽ നടന്ന ചർച്ചയിൽ ധാരണയായിരുന്നു. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ജനുവരി മാസത്തെ കമ്മീഷനോടൊപ്പം ഈ വർദ്ധിപ്പിച്ച രീതിയിലുള്ള കമ്മീഷനും നൽകും നിങ്ങൾക്ക് എന്നാണ്. അത് വിശ്വസിച്ചിരുന്ന റേഷൻ വ്യാപാരികൾ ഇപ്പോൾ കടുത്ത നിരാശയിലേക്ക് പോയിരിക്കുന്നു. ജനുവരി മാസത്തെ കമ്മീഷൻ നാളിതുവരെ ലഭിച്ചിട്ടില്ല. വർദ്ധിച്ച കമ്മീഷനുമില്ല, പഴയ രീതിയിലുള്ള കമ്മീഷനുമില്ല. ഇത്ര കടുത്ത നീതികേട് സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളോട് ചെയ്യുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തിയിൽ കടുത്ത പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. ഇനിയും കാലവിളംബം കൂടാതെ ഈ കമ്മീഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ജനുവരി മാസത്തെ കമ്മീഷൻ പൂർണ്ണമായി നൽകുകയും ഡിസംബർ മാസത്തെ കുടിശ്ശിക കിട്ടാനുള്ളവർക്ക് ആ കുടിശ്ശിക നൽകുകയും ചെയ്തുകൊണ്ട് റേഷൻ വ്യാപാരികളെ അല്പമെങ്കിലും ആശ്വസിപ്പിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ വ്യാപാരി സംഘടനയ്ക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു. രാഹുൽ സുരേഷ്, വീണ്ടും റേഷൻ വ്യാപാരികൾ ബുദ്ധിമുട്ടിലായോ? ജനുവരി മാസത്തെ ശമ്പളം ഇതുവരെ കൊടുത്തില്ലെങ്കിൽ പ്രതിഫലം കൊടുത്തില്ലെങ്കിൽ കടവാടക പോലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും റേഷൻ വ്യാപാരികൾ. ബുദ്ധിമുട്ടിലാണോ റേഷൻ വ്യാപാരികൾ? രാഹുൽ, ഡോക്ടർ അരുൺ, തൊഴിലാളികളുടെ വേതനം കൃത്യമായി ലഭിക്കാത്ത രണ്ട് മേഖലകൾ, അതിലൊന്ന് KSRTC, മറ്റൊന്ന് ഈ റേഷൻ കട മേഖലയുമായിരുന്നു. KSRTCയിലെ പ്രശ്നമൊക്കെ ഏതാണ്ട് പരിഹരിച്ചു. പക്ഷേ റേഷൻ കട മേഖലയിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി മാസം അവസാനിക്കാറായി. ഈ മാസത്തെ വേതനം ലഭിക്കേണ്ട സമയമാകുമ്പോഴും കഴിഞ്ഞ മാസത്തെ വേതനം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഡിസംബർ മാസത്തിൽ നടത്തിയ ചർച്ചയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ കാണുന്ന റേഷൻ കട ജീവനക്കാർ ഉൾപ്പെടെ കണ്ടത്. കാരണം ശമ്പളം പുതുക്കിയിരുന്നു. അപ്പോൾ പുതിയ ശമ്പളം വെച്ചുള്ള വേതനമായിരിക്കും അവർക്ക് ലഭിക്കുക എന്നൊക്കെ മന്ത്രി ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഇതുവരെയും ജനുവരിയിലെ കമ്മീഷൻ ഉൾപ്പെടുന്ന വേതനം ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ പൈസ ലഭിക്കാത്തതുകൊണ്ട് ദൈനംദിന ഒന്നും നടക്കുന്നില്ല അല്ലേ? വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കൃത്യമായി നമുക്കൊരു 20,000 താഴെ അല്ലെ 22,000 താഴെ 18,000 മുതലുള്ള ഒരു ശമ്പളം എന്ന് പറയാൻ കഴിയില്ല. ഒരു ഓണറേറിയം, അതിനകത്ത് നമുക്ക് ഈ കെട്ടിടത്തിന് 10,000 രൂപ വാടക കൊടുക്കണം. പിന്നെ നമുക്ക് സെയിൽസ്മാന് ശമ്പളം കൊടുക്കണം, കറണ്ട് കാശ് കൊടുക്കണം, മറ്റ് ഷോർട്ടേജ് വരുന്നതിന് അത് എല്ലാം ഇത് സഹിക്കണം. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നതെന്ന് പറയുന്നത് APL കാർഡിന് 2 കിലോ അരിയേ ഉള്ളൂ. ആ 2 കിലോ അരി മേടിക്കാനായിട്ട് കാടയിലോട്ട് ആരും വരാറായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആട്ട ഇവിടെ കെട്ടിക്കിടന്ന് നശിക്കുന്നു. ഈ ചാക്കിനകത്തിരിക്കുന്നതൊക്കെ APLകാർക്കുള്ള ആട്ടയാണ്. അപ്പോൾ അത് മേടിക്കാതെ വരുമ്പോൾ അത് 1-2 മാസം കൊണ്ട് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആവും. അതിൻ്റെ നഷ്ടം, ഭീമമായ നഷ്ടം നമ്മൾ കടക്കാർ സഹിക്കണം. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു വയ്ക്കും, നഷ്ടം വരും. അതുപോലെ തന്നെ ചാക്കരിയും പച്ചരിയും നമുക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കുത്തിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാ കടക്കാർക്കും എല്ലാം മത്സര മേഖലയാണല്ലോ. അപ്പം ഇത് നമുക്ക് ലഭ്യമായ സാധനങ്ങൾ കൃത്യമായി കിട്ടിയാൽ മാത്രമേ കട മുന്നോട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയൂ. അതുപോലെ തന്നെ വളരെ പ്രതിസന്ധിയാണ് നമുക്ക് നേരിടുന്നത്. ഇതിൻ്റെയൊക്കെ നഷ്ടം സഹിക്കുന്നുണ്ട് അരുൺ ഇവരൊക്കെ. പക്ഷേ അതിനോടൊപ്പം തന്നെയാണ് ഈ വേതനം ലഭിക്കാത്ത പ്രതിസന്ധിയും. എന്നാണെങ്കിലും കഴിഞ്ഞ മാസത്തെ വേതനവും ഈ മാസത്തെ വേതനവും ഉൾപ്പെടെ എത്രയും വേഗം ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതുകൂടാതെ ചില താലൂക്കുകളിൽ ഡിസംബർ മാസത്തെ വേതനവും ലഭിച്ചിട്ടില്ല എന്ന പരാതി കൂടിയുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മന്ത്രി ഇടപെട്ടുകൊണ്ട് ഉടൻ തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ് വ്യാപാരികളും അവരുടെ നേതാക്കളും എല്ലാവരും ഒരേപോലെ പറയുന്നത്. അതിന് കാരണം നമ്മളെ അന്നമൂട്ടുന്ന ആളുകളാണ് ഈ റേഷൻ കട വ്യാപാരികൾ. അപ്പോൾ അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് കൃത്യമായ വേതനം ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. റേഷൻ വ്യാപാരികൾ കുറച്ച് ദുരിതത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. കൃത്യസമയത്ത് ആ പൈസ കിട്ടിയില്ലെങ്കിൽ ഈ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലായിരിക്കുമല്ലോ. വാടക കെട്ടിടത്തിന്റെ ഉടമ വന്ന് പൈസ ചോദിക്കുന്ന സമയത്ത് സർക്കാർ തന്നില്ല എന്നെങ്ങനെയാ പറയുക? തൊഴിലാളികൾ വന്ന് പൈസ ചോദിക്കില്ലോ, സാറേ പൈസ വേണം എന്ന് പറയുന്ന സമയത്ത് സർക്കാർ തന്നില്ല എന്നെങ്ങനെയാ പറയുക? എന്തായാലും പൈസ മുടങ്ങിയിട്ടുണ്ട്. റേഷൻ വ്യാപാരികളുടെ പണം എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള ഒരു തീരുമാനമുണ്ടാവണം. അത് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം.